ഹലോ മക്കളെ, വന്നോ വന്നോ വന്നോ, അവൻ ലാസ്റ്റ് വന്നു. ഫുൾ ടിസ്റ്റോടെയാണ് വന്നത്. ആര്? യെസ്, നിങ്ങളുടെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ മക്കളെ വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ടൈം ടേബിൾ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ മക്കളെ, യെസ്, അവൻ വന്നു മക്കളെ. എപ്പോഴാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനി കേവലം ഫെബ്രുവരി അഥവാ ഈ മാസം 24ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മാർച്ചിലാണ് എക്സാം ഉണ്ടാകുന്നത്. ഇനിയും ഒരുപാട് ദിവസം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഒരു മാസത്തോളം സമയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മക്കളെ, ഇനി കേവലം വെറും 20 ദിവസം പോലും ഇല്ല നമുക്ക് പഠിക്കാൻ. ഓക്കെ, സോ എങ്ങനെയുണ്ട് ടൈം ടേബിൾ എന്ന് ചോദിച്ചാൽ മക്കളെ, 8ാം ക്ലാസ് എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈം ടേബിൾ തന്നെയാണ്. പക്ഷെ 9ാം ക്ലാസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസിന് വളരെ 1-2 ദിവസം മാത്രമേ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉള്ളൂ. സോ നമുക്കൊന്ന് മൊത്തമായിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം മക്കളെ. 8ാം ക്ലാസ്സിൽ ആദ്യം നമുക്ക് നോക്കാം. 24ാം തീയതി നിങ്ങൾക്ക് 2 പരീക്ഷ ഉണ്ട്. ആദ്യത്തെ പരീക്ഷ എന്താ? ഇംഗ്ലീഷ് ആണ്. നിങ്ങൾക്കറിയാം, മോർണിംഗ് ടൈം ആണ് നിങ്ങളുടെ പരീക്ഷ. അഥവാ 10 മണി മുതൽ 11:45 വരെയാണ് നിങ്ങളുടെ മോർണിംഗ് ടൈം വരുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സെക്ഷൻ ഏതാ വരുന്നത്? യെസ്, 1:30 മുതൽ 3:15 വരെയാണ് നിങ്ങളുടെ അടുത്ത എക്സാം വരുന്നത്. സോ നമുക്ക് 8ാം ക്ലാസ്സിന്റെ ആദ്യം നോക്കാം മക്കളെ. 8ാം ക്ലാസ്സിൽ 24ാം തീയതി ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഓക്കെ, രാവിലെ ഇംഗ്ലീഷ് ആണ്. യെസ്, ആഫ്റ്റർനൂൺ ഏതാ വരുന്നത്? യെസ്, 1ാം ഭാഷ അഥവാ പേപ്പർ 1 മലയാളം ഫസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ 25ാം തീയതി നിങ്ങൾക്ക് വരുന്നത് ഹിന്ദിയാണ്. ഓക്കെ, 25ാം തീയതി ഗ്യാപ്പ് ഒന്നുമില്ല. പിന്നെ വീണ്ടും 2 പരീക്ഷ വരുന്നുണ്ട്. ഹിന്ദിയും അതുപോലെ തന്നെ 1ാം ഭാഷ യെസ് പേപ്പർ 2 അഥവാ മലയാളം സെക്കൻഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് 27th മക്കളെ, 27th യെസ് തേഴ്സ്ഡേ നിങ്ങൾക്ക് വരുന്നത് എന്താ? യെസ്, 27th തേഴ്സ്ഡേ നിങ്ങൾക്ക് വരുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ അതിന് തൊട്ട് ശേഷം 28ാം തീയതി യെസ് അടിസ്ഥാന ശാസ്ത്രം വരുന്നുണ്ട് അഥവാ ബേസിക് സയൻസ്. നിങ്ങൾക്ക് ബേസിക് സയൻസിന് ഗ്യാപ്പ് ഇല്ല മക്കളെ. അതൊരു പ്രശ്നമാണ്. കാരണം എന്താ? യെസ്, കാരണം ബാക്കിയുള്ള 6ാം തീയതി നിങ്ങൾക്ക് യെസ് 6ാം തീയതി എന്ത്? യെസ് തേഴ്സ്ഡേ നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. 5-6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ. യെസ്, എന്റെ മക്കൾക്ക് എല്ലാവർക്കും മാത്സ് പഠിക്കാൻ നമുക്ക് 5-6 ദിവസങ്ങളുണ്ട്. നമുക്ക് അത് സെറ്റ് ആക്കണം. ഓക്കെ, അതുപോലെ തന്നെ യെസ് പിന്നെ എക്സാം ഉള്ളത് മക്കളെ, പിന്നെ മാർച്ചിൽ എക്സാം ഉള്ളത് 20ാം തീയതിയാണ്. അഥവാ ഒരു പക്ഷേ 14-15 ദിവസങ്ങളോളം ഗ്യാപ്പ് കിട്ടിയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം എന്നാൽ ബേസിക് സയൻസ് പഠിക്കാൻ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ല എന്നത് 8ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പിന്നെ ആദ്യത്തെ 2 പരീക്ഷകൾ, ആദ്യത്തെ 2 ദിവസത്തെ പരീക്ഷകൾ 2 പരീക്ഷകൾ വെച്ചിട്ട് ലാംഗ്വേജ് ആണ്. അത് നിങ്ങൾ സെറ്റ് ആക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 9ാം ക്ലാസ്സിലേക്ക് നമുക്ക് വരാം മക്കളെ. 9ാം ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം 24-ന് തന്നെയാണ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 24ാം തീയതി എന്താ? 1ാം ഭാഷ യെസ് അഥവാ ഏതാണ്? പേപ്പർ യെസ് മലയാളം ഫസ്റ്റ് ആണ്. അതുപോലെ തന്നെ അന്ന് ആഫ്റ്റർനൂൺ തന്നെ 24ാം തീയതി ആഫ്റ്റർനൂൺ തന്നെ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? യെസ് ഇംഗ്ലീഷ് വരുന്നുണ്ട്. 1:30 മുതൽ 4:15 വരെയാണ് എക്സാം. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് 80 മാർക്കിനുള്ള എക്സാം ആണ്. സോ 2 അതായത് ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ്. അതുപോലെ തന്നെ 25ാം തീയതി സോ മക്കളെ 25ാം തീയതി നിങ്ങൾക്കറിയാം 25ാം തീയതി വരുന്നത് 1ാം ഭാഷ പരീക്ഷയാണ് അഥവാ മലയാളം സെക്കൻഡും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബയോളജിയാണ് വരുന്നത്. ഓക്കെ, ബയോളജിയും വരുന്നുണ്ട്. അതും 2 പരീക്ഷയാണ് അന്ന് തന്നെ വരുന്നത്. 25ാം തീയതി നിങ്ങൾക്ക് മലയാളം സെക്കൻഡും അതുപോലെ തന്നെ ബയോളജി വരുന്നുണ്ട്. അതും നിങ്ങൾ സെറ്റ് ആക്കണം. കാരണം 2 പരീക്ഷ ഒരുമിച്ചാണ് വരുന്നത്, ബയോളജിയും മലയാളം സെക്കൻഡും. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മാത്രവുമല്ല നിങ്ങൾക്ക് ഒരു ഗ്യാപ്പും തന്നിട്ടില്ല അല്ലെ. ബയോളജിയും മലയാളം സെക്കൻഡും ഒരുമിച്ചാണ്. മാത്രവുമല്ല ഒരു ഗ്യാപ്പ് പോലും ഇല്ല. സോ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? ബയോളജി ഒക്കെ നോക്കി സെറ്റ് ആക്കണം. എന്നാൽ മാത്രമേ എന്റെ മക്കൾക്ക് ഫുൾ A+ എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ 90+ സ്കോർ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റൂ. ഓക്കെ, സോ അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താ? 27th ഒരു ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്.
പക്ഷേ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയത് ഏതിനാണെന്ന് നിങ്ങൾ നോക്കണം. അത് സോഷ്യൽ സയൻസിനാണ്. 80 മാർക്കുള്ള സോഷ്യൽ സയൻസിനാണ് നിങ്ങൾക്ക് ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. കാരണം ഫെബ്രുവരി 24 തുടങ്ങിയിട്ട് നിങ്ങളുടെ എക്സാം അവസാനിക്കുന്നത് 27-നാണ്. എന്നിട്ടും 80 മാർക്കിനുള്ള സോഷ്യൽ സയൻസ് എന്തിനാണ് ഒരു ദിവസം മാത്രം തന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 28-ന് മക്കളെ 28-ന് നിങ്ങൾക്ക് എക്സാം ഉണ്ട്. 27th നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആണെങ്കിൽ 28-ന് നിങ്ങൾക്ക് ഗ്യാപ്പ് ഇല്ല. നിങ്ങൾക്കുള്ളത് ഫിസിക്സ് എക്സാം ആണ്. ഓക്കെ, നിങ്ങൾക്കുള്ളത് എന്താ? ഫിസിക്സ് എക്സാം ആണ് നിങ്ങൾക്ക്. 28th വെള്ളിയാഴ്ച ആഫ്റ്റർനൂൺ ആണ് എക്സാം. ഓക്കെ, വെള്ളിയാഴ്ച ആഫ്റ്റർനൂൺ ആണ്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസും ആഫ്റ്റർനൂൺ ആണ് നിങ്ങൾക്ക് എക്സാം. പിന്നെ ഉള്ളത് മക്കളെ മാത്സ് പഠിക്കാൻ 6-ാം തീയതിയാണ് നിങ്ങളുടെ മാത്സ് എക്സാം. നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ നിങ്ങൾക്കും 5 ദിവസങ്ങളോളം ഉണ്ട്. നമുക്ക് സെറ്റ് ആക്കണം മാത്സ്. നമുക്ക് എല്ലാ ചാപ്റ്റർ റിവൈസ് ചെയ്ത് സെറ്റ് ആക്കണം. അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം എന്താ? മാത്സ് പഠിക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം ഉള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, മാർച്ച് 6-ാം തീയതി ഗണിതം അഥവാ മാത്സ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 14ഓളം ദിവസം നിങ്ങൾക്ക് ഏത് എക്സാം പഠിക്കാനുള്ളത്? അത് ഹിന്ദിയാണ്. ആ ഹിന്ദിക്ക് പകരം ഇവിടെ സോഷ്യൽ സയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടേനെ. പക്ഷെ അവിടെ തന്നിരിക്കുന്നത് 14 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളത് ഹിന്ദി എക്സാം ആണ്. അത് ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും നല്ലത് അവിടെ സോഷ്യൽ സയൻസ് കൊടുക്കുകയാണെങ്കിൽ എന്റെ മക്കൾക്ക് സോഷ്യൽ സയൻസ് സെറ്റ് ആക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്താ ഇപ്പൊ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എല്ലാവരും കൂടേണ്ട 90+ കൂടേണ്ട. നിങ്ങൾക്ക് 90+ മാർക്ക് ഷുവർ ആയിട്ട് ഞാൻ പറയുന്നു. സോ നന്നായിട്ട് സെറ്റ് ആക്കണം. എനിക്ക് കേവലം 22 ദിവസം അല്ലെങ്കിൽ 20 ദിവസം പോലും ഇല്ല. ഓക്കെ, സോ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് 20th കഴിഞ്ഞാൽ മാർച്ച് 20th കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നിങ്ങൾക്ക് 4 ദിവസത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട്. 25-നാണ് കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാൻ സെറ്റ് ആക്കാം. പിന്നെ ഉള്ളത് 27th വർക്ക് എക്സ്പീരിയൻസ് ആണ്. സോ 9ാം ക്ലാസ്സിലെ ടൈം ടേബിൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മക്കളെ? 8ാം ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ 9ാം ക്ലാസ് എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം നിങ്ങൾക്ക് പഠിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല. ഗ്യാപ്പ് കിട്ടിയതാവട്ടെ ഹിന്ദി ഒക്കെയാണ്. ആ ഹിന്ദി അവിടെ വേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് എത്രമാത്രം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ടൈം ടേബിൾ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. സോ മക്കളെ, നമുക്ക് ഇനി ആനുവൽ പഞ്ചും ആനുവൽ ബൂസ്റ്റർ ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ആക്കുന്നു. ഓക്കെ, സോ എന്ത് ചെയ്യണം? സോ മക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് സോ അങ്ങനെയാണെങ്കിൽ മാഷ് ലീവ് ചെയ്യലാണ്. സോ ബൈ.